ബ്രിട്ടനിൽ ഉടനീളം സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഉടനെ തന്നെ റഷ്യ ഡ്രോൺ നിരീക്ഷണം നടത്തിയേക്കാമെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് തലവൻ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ മാസം അമേരിക്കൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന 3 എയർബേസുകൾക്ക് മുകളിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ചില ഡ്രോണുകൾ കണ്ടെത്തിയിരുന്നു. സഫോക്കിലെ RAF ലോക്കൻഹീത്തിനും മിഡൽ ഹാളിനും മുകളിലും നോർഫോക്കിലെ RAF ഹെൽറ്റ്വാളിന് മുകളിലുമാണ് മനുഷ്യനിയന്ത്രിതമല്ലാത്ത പറക്കുന്ന വാഹനങ്ങൾ പല ദിവസങ്ങളിലായി കണ്ടത്. സംഘടിതമായ ഒരു പ്രവർത്തനമാണ് ഇതിനു പുറകിലെന്നാണ് സേന പറയുന്നത്. സമാനമായ രീതിയിൽ ഡ്രോൺ അധിനിവേശം അമേരിക്കയിലെ ന്യൂജേഴ്സിക്ക് മുകളിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ പിക്കാറ്റിനി ആഴ്സലേലിന് ചുറ്റുമായിരുന്നു അജ്ഞാത പറക്കും വാഹനങ്ങൾ വട്ടമിട്ട് പറന്നത്. അമേരിക്കയുടെ CCDC ആമൻമൈൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. യുക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ നിർമ്മാണ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. സാധാരണ കാറിന്റെ വലിപ്പമുള്ള ഒന്നിലധികം ഡ്രോണുകളായിരുന്നു ഇവിടെ നവംബർ മധ്യത്തിൽ കറങ്ങിത്തിരിഞ്ഞത്. ചിലപ്പോൾ കൂട്ടമായും ചിലപ്പോൾ ഒറ്റയ്ക്കും എത്തുന്ന ഇവ ചില സന്ദർഭങ്ങളിൽ ഒരേ സ്ഥലത്തു തന്നെ മണിക്കൂറുകളോളം നിശ്ചലമായി നിന്നിട്ടുണ്ട്. പിന്നീട് ഇവ ന്യൂയോർക്ക്, ടെക്സസ്, ഒക്ലഹോമ എന്നിവിടങ്ങളിലും എത്തിച്ചേർന്നു. ഈ ഡ്രോണുകളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ലെങ്കിലും അമേരിക്കയും ബ്രിട്ടനും വിരൽ ചൂണ്ടുന്നത് റഷ്യയ്ക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേരെയാണ്. അതിനിടയിലാണ് റഷ്യൻ രഹസ്യാന്വേഷണ സംഘങ്ങൾ ബ്രിട്ടന്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് ഒരു പുതിയ നിര അധിനിവേശങ്ങൾക്ക് ശ്രമിക്കുന്നു എന്ന് ഒരു മുൻ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും ആ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. വരുന്ന മാസങ്ങളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണാമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച് റഷ്യയും യുക്രൈനും രംഗത്തെത്തിയിരുന്നു. 2016 റഷ്യയ്ക്ക് ഇന്ത്യ നൽകിയ 2 നാവികസേനാ കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് INS തുഷീൽ നിർമ്മിക്കാനാണ് യുദ്ധത്തിനിടയിലും റഷ്യയും യുക്രൈനും ഒന്നിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിലെത്തിയപ്പോൾ ഈ കപ്പൽ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിരുന്നു. 2018 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണിത്. യുക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ, ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് യുക്രൈനിലാണ്. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്നുള്ള 2 കപ്പലുകൾക്ക് പുറമെ സമാനമായ 2 കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത.